സർ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ ആദ്യത്തെ ചുവട് വെച്ച് കഴിഞ്ഞു. ഈ നദീജല കരാർ, സിന്ധു റിവർ ട്രീറ്റി, അത് മരവിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത്. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ? ഒരു സൈനിക നീക്കത്തിലേക്ക് ഇത് പോകുമോ? സൈന്യം പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ച ലോകം കാണേണ്ടി വരുമോ? ഈ പാകിസ്ഥാൻ ഭീകരാക്രമണം ഇന്ത്യയിൽ ഇതാദ്യമല്ല, മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നടന്നത് മറ്റുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതം നോക്കിയും ഐഡൻറ്റിറ്റി നോക്കിയും ഒക്കെയുള്ള രീതിയിലാണ് പൗരന്മാരെ ലക്ഷ്യമിട്ടത്. മുമ്പ് സൈനികരെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കടുത്ത തീരുമാനമാണ് മോദി സർക്കാർ എടുത്തിരിക്കുന്നത്. കാരണം കാശ്മീരിനെ വളരെ സ്വതന്ത്രമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞതാണ്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ റിസൾട്ടും കിട്ടിത്തുടങ്ങി. അതിൽ ഈ സർക്കാർ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. അത് പ്രത്യേക അഭിനന്ദനം വരെ കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ഭീകരാക്രമണം പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനി വെച്ച് പൊറുപ്പിക്കാൻ സാധ്യമല്ല എന്ന് പലവട്ടം നരേന്ദ്രമോദി തന്നെ പല സമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം, ഈ കാശ്മീരിനെ സ്വതന്ത്രമാക്കിയതിന് ശേഷം G20 ഉച്ചകോടി വരെ കാശ്മീരിൽ വെച്ച് നടത്തിയില്ലേ? അവിടെ ലോക നേതാക്കളൊക്കെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര സുരക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഇടമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളവർക്കും വിദേശികൾക്കും അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ ഒരു അറ്റാക്ക്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഇനിയിപ്പോൾ ടൂറിസ്റ്റുകളുടെ വരവവിടെ ഉണ്ടാകുമോ? കുറച്ചു കാലത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമല്ലേ? നമ്മൾ പോകുമോ? ഇല്ല, ജീവനിൽ കൊതിയുള്ള ആരും പോകത്തില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞ് അടുത്ത ദിവസം അവിടെ വന്ന് ഇറങ്ങേണ്ട പല മുഴുവൻ ടൂറിസ്റ്റുകളും അവരുടെ അങ്ങോട്ടുള്ള യാത്ര മുഴുവൻ ക്യാൻസൽ ആയില്ലേ? അപ്പൊ തന്നെ എന്താ ഉണ്ടാക്കിയ നഷ്ടവും ലോകത്തിന് ഇടയിൽ, ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമ്മളെ ഒന്ന് താറടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ശ്രമവുമാണത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കടുത്ത നിലപാടും നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം ഇവിടെ കിടക്കുന്ന പാക് പൗരന്മാരെല്ലാം രാജ്യം വിട്ടോണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മുൻകാലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ഈ കാർഗിൽ യുദ്ധവും അതുപോലെ 2001 പാർലമെൻറ്റ് അറ്റാക്കും ഒക്കെ നടന്നപ്പോൾ നമ്മൾ കർശനമായ നടപടികളിലേക്ക് കടന്നു. അതുപോലെ തന്നെ 71 യുദ്ധം മുതൽ ഈ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളത് ഭാഗികമായി തുടർന്നു, പക്ഷെ പൂർണ്ണമായിട്ടും നമ്മളത് വിച്ഛേദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. പൂർണ്ണമായിട്ടും പാകിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛേദിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? കാരണം നമുക്ക് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ സപ്പോർട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാം. അതിനകത്ത് ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പം ഈ സമയത്ത് ചർച്ച ചെയ്യാം. പാകിസ്ഥാനും ആയിട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം ഈ GCC, നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളെല്ലാം ഈ പാകിസ്ഥാന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. അവർ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സൗദിയൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് വലിയ സഹകരണത്തിലാണ്. അവർക്ക് പാകിസ്ഥാൻ ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു. നരേന്ദ്രമോദി സൗദിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഈ സംഭവം? അതെ, 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി 3-ാം വട്ടമാണ് സൗദി സന്ദർശനം. അപ്പോൾ ഈ സൗദി സന്ദർശനത്തിൻ്റെ വേളയിൽ ഇത് നടക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് പല കാര്യങ്ങളും വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്താണ് ഇവർ ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ്. അതെ, അതും സൈനികരുടെ നേരെയല്ല അവർ ലക്ഷ്യം വെച്ചത്. ഈ ഇന്ത്യയും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം അത് അവസാനിപ്പിക്കാൻ, ആ കച്ചവടം അവസാനിപ്പിക്കാൻ, അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം ഇരുകൂട്ടർക്കും ഉണ്ടാകുന്നത് നശിപ്പിക്കാൻ ഒക്കെയാണ് പാകിസ്ഥാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് ലോകരാജ്യങ്ങളുടെയൊക്കെ പിന്തുണ നേടിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു.
ഇത് നമ്മൾ നോക്കണം, ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെയാണ്. 1960 സിന്ധു നദീജല കരാർ മരവിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ഇവര് പാകിസ്ഥാൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ കരാറും മരവിച്ചിരിക്കും. അവരുടെ കുലത്തൊഴിൽ, അവരുടെ ജന്മനാ ഉള്ള തൊഴിലാണിത്. അല്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പാകിസ്ഥാൻ അങ്ങ് ഇല്ലാതാകും, അത്രയേ ഉള്ളൂ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അന്ന് തന്നെ ട്രംപും മറ്റുള്ളവരും നെതന്യാഹു ഒക്കെ ഇതിനെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ നയതന്ത്ര പ്രതിനിധികളെ മുഴുവൻ തിരിച്ചു വിളിച്ചു. നമ്മുടെ പാക് സൈനിക ഉപദേഷ്ടാക്കളെ മുഴുവൻ ഇവിടെ നിന്ന് പുറത്താക്കി. ഇതൊക്കെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ വിസ ഇളവ് റദ്ദ് ചെയ്തു. പാകിസ്ഥാന്റെ പൗരർക്ക് വിസ നൽകില്ല എന്ന് തന്നെ ഉറച്ച നിലപാട്. ഇന്ത്യയിൽ ധാരാളം പാകിസ്ഥാൻകാർ കാണത്തില്ലേ? ഈ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടി വരുന്നവരുണ്ടെന്നേ. ഇവിടെ ബാംഗ്ലൂർ പോലും ഉണ്ട്. ബാംഗ്ലൂരിലേക്ക് പോലും പാകിസ്ഥാനിൽ നിന്ന് ചികിത്സയ്ക്കായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബാംഗ്ലൂരിലെ വളരെ പ്രസിദ്ധമായ ആശുപത്രികളൊക്കെ നമുക്കറിയാം. അവിടെ പല സർജറികൾക്കും വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിരപരാധികളായിരിക്കാം. അല്ല, അത് പക്ഷേ ഒരു രാജ്യത്തിന്റെ സുരക്ഷ നോക്കണം. അതെ, അല്ല, ഞാൻ പറഞ്ഞത് നിരപരാധികളായിരിക്കാം. അവരതുകൊണ്ടല്ലേ അവിടെ കിടന്ന് അല്ലെങ്കിൽ അവർക്കും അവിടെ കിടന്ന് ഈ തീവ്രവാദത്തിനോടൊപ്പം തന്നെ ചേർന്ന് പോയാൽ മതിയല്ലോ. അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്നവരുണ്ട്, അല്ലേ? പിന്നെ ചികിത്സയ്ക്ക് വരുന്നവരുണ്ട്, മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ നമുക്കത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഇവൻ നിരപരാധിയാണോ ഇല്ലയോ, അവന്റെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ നുഴഞ്ഞു കയറാൻ വേറെയും പലരും ഉണ്ടാകും. അത് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പല ഇടങ്ങളും ഇനിയും വളരെ നിരീക്ഷണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നതാണ്. അവൻ ചിലപ്പോൾ കാശ്മീരിൽ മാത്രം ഒതുങ്ങത്തില്ല. അത് അവിടെ കടന്ന് നിലപാടും നടപടിയും വളരെ കർശനമാക്കിയേ പറ്റൂ. അത് നമുക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വാഗ അതിർത്തി അടച്ചു. അവിടെ ഈ വൈകുന്നേരങ്ങളിൽ അവരുടെ ഒരു സെറമോണിയൽ പരേഡൊക്കെ ഉണ്ട്. അത് നമ്മളെ പിന്നെ ഇവിടെ പോകുന്നവരും അവിടെ ഉള്ളവരും ഒക്കെ ഇരിക്കുന്ന രണ്ടു കൂട്ടരും കാണികൾ, രണ്ടു വശത്തും കാണികൾ ഉണ്ടാവും. അത് ഒരു വളരെ വികാരനിർഭരമായ പരേഡാണ് അവിടെ നടക്കുന്നത്. അത് അതിർത്തി അടച്ചു. എന്തിനാ? നമ്മളിലുള്ളവരെ കൊല്ലുന്നവനുമായിട്ട് ചേർന്ന് എന്തിനാ ഇത്തരത്തിലൊരു വികാരനിർഭരമായ ചടങ്ങൊക്കെ എന്തിനാ അവിടെ നടത്തുന്നത്? എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലേ? അപ്പം അതിർത്തിയിലൂടെ നമ്മുടെ പിന്നെ നുഴഞ്ഞു കയറി ഇവിടെയുള്ളവരെ തകർക്കുകയും ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്കും പോകാതെയുള്ള, അതായത് ഈ നദീജല കരാർ മരവിപ്പിച്ചതിലൂടെ തന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരിടിവായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ വീണ്ടും സാമ്പത്തികമായിട്ട് തകരും. അവർ പണ്ടേ ഒരു തകർച്ചയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും അവർ തകർച്ചയിലാണ്. ഇമ്രാൻഖാൻ ജയിലിലാണ് ഇപ്പോഴും. അതെ, അവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ ജയിലിലാണ്. അവിടെ ഭരിച്ചിട്ടുള്ളവരെല്ലാം ഒന്നുകിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ജയിലില്ല. അവര് പിന്നെ തൂക്കിക്കൊന്നിട്ടുണ്ട്. ഇപ്പൊ ഭൂട്ടോയുടെ കാര്യമൊക്കെ ഓർത്ത് നോക്കി സാർ, ഈ ഭൂട്ടോയെ തൂക്കിക്കൊന്ന സൈനിക മേധാവിയായ സിയാ ഉൾ ഹക്ക് ഉണ്ടല്ലോ, അദ്ദേഹം ആകാശത്ത് വെച്ചാണ് ചിതറിപ്പോയത് ഒരു പ്ലെയിൻ അപകടത്തിൽ. അപ്പൊ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സൈനിക മേധാവികൾക്കും ഒക്കെ ദാരുണമായ അന്ത്യമേ സംഭവിച്ചിട്ടുള്ളൂ. ബേനസർ ഭൂട്ടോയൊക്കെ ഉദാഹരണം. നവാസ് ഷെരീഫ് തന്നെ എത്ര കാലം ജയിലിൽ കിടന്നു. അത് ഈ വാളെടുക്കുന്നവൻ വാളാൽ. പർവേസ് മുഷറാഫിന്റെ കഥ നമുക്കറിയാം. വാളെടുക്കുന്നവൻ വാളാൽ. അതാണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെ ഇല്ലാതാക്കി കണ്ടിട്ട് ഇന്ത്യ അടങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.